അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അഭി. അവരോട് ദേഷ്യപ്പെട്ടിട്ടാ അവൾ ഇങ്ങോട്ട് വന്നത്. ഓ, അവൾ ഇവിടെ താമസിച്ചാൽ എങ്ങനെയെങ്കിലും നീ സ്വത്ത് തിരിച്ചെഴുതി വാങ്ങുമെന്ന് കരുതി നിന്റെ സഹോദരങ്ങൾ ഇങ്ങോട്ട് വന്ന് നിന്റെ അമ്മയെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. അതിരിക്കട്ടെ, നീയും വസുന്ധരി തമ്മിൽ എന്താ പ്രശ്നം? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഞാനിപ്പോ വരാം. വസുന്ധര, സോറി, ഒരബദ്ധം പറ്റിപ്പോയി. ഏട്ടൻ എപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നേ? താൻ എൻ്റെ അച്ഛനോട് നമ്മുടെ വഴക്കിനെ പറ്റി പറഞ്ഞു എന്നാ ഞാൻ വിചാരിച്ച. ഇതുവരെ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പോ അവര് നമ്മളുടെ അടുത്തുനിന്ന് വളരെ ദൂരെയല്ലേ നിൽക്കുന്നേ. നമ്മൾ എപ്പോഴും കൂടെ തന്നെയാ ഉള്ളത്. എന്നോട് വഴക്കുണ്ടാക്കിയാൽ നിനക്ക് പറയാനായിട്ട് അവര് മാത്രല്ലേ ഉള്ളൂ. എനിക്ക് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ഞാൻ ഏട്ടനോട് മാത്രമേ പറയൂ. അല്ല, താൻ എന്നോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ. ആ സമയത്ത് വേറെ, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടന് താല്പര്യമില്ലാത്തോണ്ടല്ല, ഞാൻ കഷ്ടപ്പെടുന്നുണ്ടതാ ഏട്ടന്റെ പേടി. എനിക്കുള്ളത് പേടിയല്ല, കടമയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഉത്തരവാദിത്വമല്ലേ? അപ്പൊ താൻ മനസ്സ് മാറ്റിയില്ലല്ലേ? ഏട്ടൻ എങ്ങനെയാണ് വാക്ക് മാറാതിരിക്കുന്നത്, അതുപോലെ എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഏട്ടൻ ചെന്ന് അച്ഛന്റെ കൂടെ ഇരിക്കുക, ചെല്ല്. അല്ലെങ്കിൽ ശരിക്കും നമുക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് അച്ഛൻ തന്നെ ചിലപ്പോ വിചാരിച്ചെന്നിരിക്കും. ഓക്കെ ഓക്കെ വസുന്ധര, ഐ എം റിയലി സോറി. അല്ല ഏട്ടാ, എന്താ ഇതുവരെ റെഡി ആവാതിരിക്കുന്നെ? എന്തിനാ? ഫാക്ടറിയിലേക്ക് പോണ്ടേ? ഇല്ല, ഫാക്ടറിയിൽ ഏട്ടൻ ഇന്ന് ജോലിയൊന്നുമില്ലേ? ഇന്ന് ഫാക്ടറി പോകാനൊരു മൂഡില്ല. ശരി, എന്നാ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോഴേക്കും ഏട്ടൻ കിച്ചണിലേക്ക് പോയി പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്ക്. കുക്കറില് പരിപ്പ് ഒന്ന് വേവിക്ക്. എന്താ പാചകം ചെയ്യാൻ പറഞ്ഞപ്പോ ദേഷ്യം വരുന്നോ? ഫാക്ടറിയിലേക്ക് പോവാതെ എത്ര നാളെന്ന് കരുതി എങ്ങനെ വീട്ടിലിരിക്കുന്നെ? അങ്ങനെ ചോദിക്കു പാവനെ. ഇന്നലെ വരെ ആ കാശ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വീട്ടിലിരുന്നു. ഇപ്പോ കാശ് തിരിച്ചു കിട്ടിയല്ലോ, ഫാക്ടറിയിൽ പോകാൻ എന്താ കുഴപ്പം? ഇവന് ഫാക്ടറിയിൽ പോയിട്ട് ജോലി ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടോ എന്തോ, അതോ ജോലി ചെയ്യാൻ അറിയാത്തോണ്ടാണോ? പിന്നെ എന്തിനാട്ടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ? ജോലിക്ക് പോവാതെ എത്ര നാളെന്ന് കരുതി ഇങ്ങനെ വീട്ടിലിരിക്കുന്നേ? നിന്നെക്കാളും ഇളയവൻ അഖിൽ ഡെയിലി ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് പോകാൻ എന്താ കുഴപ്പം? അവൻ പോകുന്ന കാരണത്താലമ്മേ ഞാൻ പോവാതിരിക്കുന്നേ. ഫാക്ടറി അവന്റെ മാത്രം സ്വന്തം അല്ലടാ, നിന്റേതും കൂടിയാ. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നീയും കൂടി അറിയണം. എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്കരുത്. ഏൽപ്പിച്ച ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അവൻ എന്റെ അനിയനല്ലേ. അബിയോ ഏട്ടന്റെ അനിയൻ തന്നെയാ. അബിയോട് എന്താ ചെയ്തത്? ഉടുതുണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പണം വളരെ ആപത്തുള്ളതാ ഭാസ്കർ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലായാലും സഹോദരങ്ങൾക്കിടയിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വത്തിന്റെ കാര്യത്തില് ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് സഹോദരങ്ങളായ നിങ്ങൾ തന്നെ തെളിയിച്ചതാ. അതിന് പ്രത്യേകം പറയണോ? പെണ്ണുങ്ങൾ നാട് ചുറ്റി ചീത്തയായി, ആണുങ്ങൾ വീട്ടിലിരുന്ന് ചീത്തയായി. ഇതൊരു പഴഞ്ചൊല്ലല്ലടാ. പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അടയിരുന്നാലേ നശിച്ചു പോടാ ചെറുക്കാ. ഇതിനു മുൻപ് ഏട്ടൻ അബിക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊടുത്തിട്ട് മടി പിടിച്ചിരുന്നിട്ടുള്ളതല്ലേ? സംസ്കൃതി ഇവന്റ്സിൽ പോലും അതുകൊണ്ടാണ് ഏട്ടന് വളരാൻ പറ്റാത്തത്. ഇപ്പൊ എല്ലാം അഖിലിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ഏട്ടൻ ആ അവസ്ഥ തന്നെ വരാൻ പോകുന്നത്. ഇനിയെങ്കിലും കുറച്ചൊക്കെ പഠിക്കു ഭാസ്കർ. നിനക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്ന് കണ്ണു തുറന്ന് കാണ്. ആരെങ്ങനെയാണെന്ന് മനസ്സിലാക്ക്.
കല്യാണപ്രായമായ മക്കളുണ്ട് നിനക്ക്. ഇനിയും നീ ഇങ്ങനെ പാറക്കല്ലുകളെ പോലെ മടി പിടിച്ച് വീട്ടിലിരുന്നാൽ നിന്റെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും. എടാ, നിന്റെ നല്ലതിന് വേണ്ടിയാടാ ഞാൻ പറയുന്നേ. നീ അബിയെ പറ്റിച്ചതുപോലെ നാളെ അഖില് നിന്നെ പറ്റിക്കുമെന്നാ ഞാൻ പറയുന്നേ. ശരി, ഞാൻ ഫാക്ടറിയിലേക്ക് പോവാം. ശരിക്കും അവനൊരു പാവ. എങ്ങനെ ജീവിക്കുമോ എന്തോ. ആരാ അമ്മേ പാവം? സ്വത്തിന് വേണ്ടി അബിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഏട്ടനാണോ പാവം? അമ്മ അബിയുടെ വീട്ടിലേക്ക് പോയപ്പോ ഇനി ഈ വീട്ടിലേക്ക് മടങ്ങി വരരുതെന്ന് പേടിപ്പിച്ച ഏട്ടനാണോ പാവം? അതേ സ്വത്തിന് വേണ്ടി അബിയുടെ വീട്ടിലിരുന്ന അമ്മയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ ഏട്ടനാണോ പാവം? സത്യത്തിൽ അമ്മയാണ് പാവം. മക്കളോടുള്ള സ്നേഹം അമ്മയെ ഗാന്ധാരിയെ പോലെ അന്ധയാക്കിയിരിക്കുക. പത്മ, വേഗം വാ, സമയാകുന്നു. ആ ദേ വരുന്നു കേട്ടാ. ബക്കർ, അല്ല ഇതെന്താ രവി, വസുന്ധരെ കൂട്ടാതെ പത്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നു? ഏയ് രവി നിക്ക്, എന്തിനാ ധൃതി പിടിക്കുന്നേ? വേഗം എത്തണ്ടേ ഏട്ടാ. വസുന്ധര വരണ്ടേ? പത്മ ഒന്ന് കേറിയല്ലോ. അല്ല, പത്മയുടെ കാര്യമില്ല രവി. ഏയ് രവി, ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാ എങ്ങനെയാ വസുന്ധരെ? രവി പോയത് കണ്ടില്ലേ? പോന്നെങ്കി പോട്ടെ. അപ്പോ ഇനി താനെങ്ങനെ ഫാക്ടറിയിലേക്ക് വരും? ഞാനിന്ന് ഫാക്ടറിയിലേക്ക് വരുന്നില്ല ഏട്ടാ. അതെന്താ? കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. എന്തിനെ കുറിച്ച്? ഏട്ടൻ പറഞ്ഞതിനെ കുറിച്ച് തന്നെയാ. നാളെ ഇലക്ഷൻ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? നാളെ വരെ സമയമുണ്ടല്ലോ ഏട്ടാ. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ആലോചിച്ചെന്ന് പറഞ്ഞ് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഫാക്ടറിയിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരത്തെ ലീവ് ലെറ്റർ കൊടുക്കേണ്ടതല്ലേ? ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നതേയില്ല. രാത്രി ഏട്ടനോട് സംസാരിച്ച ശേഷം വന്നത്. ലീവ് ലെറ്റർ കൊടുക്കാതെ ലീവ് എടുത്താൽ അത് വലിയ പ്രോബ്ലം ആവും. എന്താകുന്നു? കൂടിപ്പോയാ ചിലപ്പോ അവരെന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ ഏട്ടന്റെ ആഗ്രഹം. അപ്പൊ താൻ ശരിക്കും ജോലിക്ക് വരുന്നില്ലേ? എന്തോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. സമയാകുന്നേട്ടാ. ബാഗ് എടുത്തിട്ട് ഏട്ടൻ വേഗം പൊക്കോ. ഇത് എനിക്കുള്ളതാണോ? ഏട്ടന് തന്നെയാ. ഇന്നലെ ഞാൻ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചല്ലോ. അറിയാതെ കഴിച്ചു പോയതാ. ഇന്ന് ഇത് ഏട്ടന്റെ ലഞ്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്ക്. ഏട്ടൻ പൊക്കോ, സമയം പോകുന്നു. വസുന്ധര, വസുന്ധര എന്താ പെട്ടെന്ന് ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞത്? എന്തായിരിക്കും കാരണം? ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ വരാത്തത്? അതോ ഇനി വേറെന്തെങ്കിലും കാരണം കാണുമോ? ഒരു മിനിറ്റ് ഇറങ്ങി പത്മ. എന്തു പറ്റി രവിയേട്ടാ? ചെയിൻ ഇളകി പോയതാടി. എന്താ ഇത്ര നേരമായിട്ട് അവരെ കാണുന്നില്ലല്ലോ? ദേ അബിയേട്ട് വരുന്നു. പക്ഷെ ചേച്ചിയെ കാണുന്നില്ലല്ലോ. അറിയാം. ചേച്ചി വരില്ലെന്ന് ചേട്ടന് നേരത്തെ അറിയായിരുന്നോ? ചേച്ചി ഇന്ന് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുക. ഇന്നലെ തന്നെ മാനേജറോട് പറഞ്ഞിരുന്നു. ഈ കാര്യം അബിയേട്ടന് അറിയാമോ? അറിയില്ല. നീ ഞാൻ അറിഞ്ഞ ഭാവയെ കാണിക്കണ്ട. രവി, എന്താ ഇവിടെ നിൽക്കുന്നത്? ചെയിൻ ഇളകിപ്പോയി ചേട്ടാ. അല്ല, ഇതെന്താ ചേട്ടൻ ഒറ്റയ്ക്ക് വന്നേക്കുന്നേ? ചേച്ചി വന്നില്ലേ? ചേച്ചിക്ക് വരണം എന്ന് വെച്ച് അബിയേട്ടൻ എന്താ സൈക്കിളിൽ എടുത്തിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചോ? പാവം ചേച്ചി ഇനി ഫാക്ടറി വരെ നടന്നു വരേണ്ടി വരും. അവള് ഇന്ന് ഫാക്ടറിയിലേക്ക് വരുന്നില്ലെന്ന്. എന്താ ഏട്ടാ പറയുന്നേ? നാളെയല്ലേ ഇലക്ഷൻ? അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. ലീവ് പറയാതെ ജോലിക്ക് വരാതിരുന്ന എങ്ങനെയാ അബിയേട്ടാ? അവള് ജോലി ഉപേക്ഷിക്കാന്നാ പറയുന്നത്. ചേച്ചി അങ്ങനെ പറയില്ലല്ലോ. ചേട്ടൻ ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ?
ഞാൻ എന്ത് പറയാനാ രവി? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറ അഭിയേട്ടാ, രാത്രി നിങ്ങൾ ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല പത്മ. വാ നമുക്ക് പോവാം. അഖിൽ, വേഗം വാ, സമയാകുന്നു. ആ വന്നു വന്നു. അഖിൽ നിക്കേ, ഞാനും ഫാക്ടറിയിലേക്ക് വരുന്നുണ്ട്. ഭാസ്കരേട്ടൻ എങ്ങോട്ടേക്കാ? ഫാക്ടറിയിലേക്ക് തന്നെ. ഏട്ടൻ ഫാക്ടറിയിലേക്ക് വരാൻ പോവാണെന്നോ? അതെന്ത് ചോദ്യോടാ? ഫാക്ടറിയിൽ ഞാനൊരു പാർട്ണറല്ലേ? ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ ഞാനും നോക്കേണ്ടതല്ലേ? ഞങ്ങള് നോക്കുന്നുണ്ടല്ലോ ഭാസ്കരേട്ടാ, പിന്നെന്തിനാ ഏട്ടൻ വരുന്നേ? നിങ്ങൾക്കൊപ്പം ഫാക്ടറിയിലെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുമില്ലേ? അത് പിന്നെ ഏട്ടന് ഞങ്ങളെ എന്താ വിശ്വാസം ഇല്ലേ? കാർത്തിക, ഏട്ടൻ ഫാക്ടറിയിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? അത് തന്നെ വലിയ കാര്യമാ. വന്നോട്ടെ. അങ്ങനെ അല്ല അഖിൽ. ഏട്ടാ, ഇനി എല്ലാ ദിവസവും ഏട്ടൻ ഫാക്ടറിയിലേക്ക് വരണം. അവിടെ എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് ബിസി ആയിരിക്കുകയും വേണം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഫാക്ടറിയുടെ ജോലി മുഴുവൻ ഏട്ടൻ തന്നെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ, ആ MLA ആയിട്ട് ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? ഞാനും കാർത്തിക അതിൽ ബിസി ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിൽ ഞാനും പാർട്ണറല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും ഏട്ടനും പാർട്ണർ തന്നെയാ. നമുക്ക് പോയാലോ? പോവാം. വായിട്ടാ. എന്താ ഇത് അഖിൽ? ഫാക്ടറിയില് ഭാസ്കരേട്ടനെ ഒതുക്കാന്നല്ലേ വിചാരിച്ചേ? പിന്നെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? ഏട്ടൻ വരാന്ന് പറയുമ്പോ എങ്ങനെയാ വരണ്ടെന്ന് പറയുന്നേ? കാശ് പോയതിന്റെ ഗിൽറ്റില് ഭാസ്കരേട്ടനെ വീട്ടിൽ തന്നെ ഇരുത്താന്ന് പ്ലാൻ ചെയ്തതല്ലേ? ഇപ്പൊ എല്ലാം റിവേഴ്സ് ആയിരിക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ട കാർത്തിക. ഏട്ടൻ ഇനി പെർമനന്റ് ആയിട്ട് വീട്ടിൽ ഇരിക്കാൻ പോവാണ്. വാ. രമേശേ, നിന്റെ വോട്ട് എനിക്ക് തന്നെ ചെയ്യണം. അഭിരാം, നിന്നെ തന്നെ. ഒന്നിങ്ങി വന്നേ. എന്താ 3 പേരേ ഉള്ളല്ലോ? നിന്റെ വൈഫ്? നിങ്ങളുടെ മത്സരാർത്ഥി എവിടെ അഭിരാം? ഇന്നവള് വന്നില്ല. എന്തു പറ്റി? പ്രചരണത്തിലേക്ക് വരാൻ ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ. എന്താ ഇതുവരെ വരാത്തെ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഓ, എത്രയൊക്കെ പ്രചാരണം നടത്തിയാലും ശരി, ആരും നിങ്ങളുടെ വാക്ക് കേൾക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വരാതിരിക്കുന്നല്ലേ? എന്റെ ചേച്ചിയുടെ വാക്ക് ആരൊക്കെ കേൾക്കും ആരൊക്കെ കേൾക്കില്ല എന്നുള്ളത് നാളെ ഇലക്ഷൻ കഴിയുമ്പോ അറിയാം. നാളെ വരെയും നിന്റെ ചേച്ചി ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണ്ടേ പത്മ? നാളെ ഉറപ്പായും തോൽക്കുമെന്നറിഞ്ഞിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണോ പത്മ? അവൾ ആരെയും ഭയപ്പെടുന്ന ആളല്ല. പിന്നെന്താ വരാത്തെ? മത്സരത്തിന്റെ പേടിയിൽ മുഖം കാണിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ? തോറ്റതിന് ശേഷം റിസൈൻ ചെയ്യേണ്ടി വരുമെന്നോർത്ത് വരാതിരിക്കുന്നതല്ലേ? അതിന്റെ കാരണം നിങ്ങൾ അറിയണ്ടെന്നാ ഞങ്ങൾ പറഞ്ഞല്ലോ. അവരിന്ന് ഫാക്ടറിയിലേക്ക് വരാതിരുന്നതിന്റെ ഒരേ ഒരു കാരണം മതിയടാ, നാളെ അവളെ ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ. നോമിനേഷൻ കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഇലക്ഷൻ നിൽക്കാൻ സാധിക്കാത്ത? എന്താന്നോ, നേരത്തെ തന്നെ ലീവ് ലെറ്റർ തരാതെ അതിന്റെ പിറ്റേന്ന് വന്ന് ജോലി ചെയ്യുന്നത് കമ്പനി റൂൾസിനെതിരായതുകൊണ്ട്. ആ ഒരു കാരണം വെച്ച് നിന്റെ ഭാര്യയെ ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ പറയും. ഹലോ മാനേജർ സാർ, ഒന്ന് വരണം. എന്താ? അഭിറാമിന്റെ ഭാര്യ, അതെ എന്റെ എതിർ സ്ഥാനാർത്ഥി, വിത്തൗട്ട് ഇൻഫർമേഷൻ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല. കമ്പനി റൂൾസ് പ്രകാരം എത്രയും വേഗം തന്നെ അവൾക്കെതിരെ നടപടിയെടുക്കണം. പറ്റില്ല. അവള് ലീവ് ലെറ്റർ തന്നിട്ടില്ലല്ലോ. തന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്നലെ തന്നെ വസുന്ധര എനിക്ക് ലീവ് ലെറ്റർ തന്നിരുന്നു. പക്ഷെ നാളെ ഇലക്ഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യ എന്തിനാ ഇന്ന് ലീവ് എടുത്ത അഭിരാം? വാട്ട്? അവൾ ഇന്ന് ലീവ് എടുത്തെന്നോ? വർക്കേഴ്സ് ആരും അവര് പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. എന്തായാലും തോക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കി ഇന്ന് തന്നെ ജോലി ഉപേക്ഷിച്ച് പോയി കാണും. ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ റെസിഗ്നേഷൻ അല്ലേ തരേണ്ടത്? എന്തിനാ ലീവ് ലെറ്റർ തരുന്നേ? അത് പോയിന്റ്.
പ്രചാരണം നടത്താൻ വേണ്ടിയും വോട്ട് ചോദിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു ദിവസമായിന്ന്. പിന്നെന്തിനാവും ഇന്ന് ലീവ് എടുത്തത്? സിമ്പിൾ അഖിൽ, ഈ ഒരു ദിവസം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ലെന്ന് അവർ മനസ്സിലാക്കി കാണും. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള യൂണിയൻ ലീഡറിനെ തോൽപ്പിക്കുന്ന കാര്യം അത്ര ഈസി അല്ലെന്ന് മനസ്സിലാക്കി ഇൻഡയറക്റ്റ് ആയി ജോലി ഉപേക്ഷിച്ചതാവും. അത്ര പെട്ടെന്നൊന്നും ബസ് തോൽവി സമ്മതിക്കില്ല കാർത്തിക. അവരെന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തോ ഒരു സ്ട്രാറ്റജി വെച്ചാ പ്രവർത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വസുന്ധര അത്ര മോശപ്പെട്ട ആളല്ല. ലീവ് എടുത്തത് എന്തോ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാ. നമ്മളെ പരാജയപ്പെടുത്താൻ എന്തോ ചെയ്യാൻ പോവുക. വസുന്ധര ലീവ് എടുത്ത കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും തോന്നുന്നു അബിയേട്ടാ. ആ ഐഡിയ നാളത്തെ ഇലക്ഷൻ റിസൾട്ട് മാറ്റിമറിക്കുമോ എന്തോ. ഒരു ഐഡിയയും ഇല്ലാതെ ചേച്ചി ഒരു കാര്യവും ചെയ്യില്ലേട്ടാ. ഓണേഴ്സിനും ലീഡർക്കും തലഭ്രാന്ത് പിടിക്കുന്നത് പോലെ എന്തെങ്കിലും പണി ഒപ്പിച്ചിരിക്കും. വസുവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെങ്കിലും അവൾ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യും. അവി പോലും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾ സോൾവ് ചെയ്തിട്ടുമില്ലേ. പക്ഷേ ഇത് എലക്ഷൻ അല്ലേ ഭാസ്കരേട്ടാ? വർക്കേഴ്സിനെ എല്ലാവരും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയില്ലേ? എല്ലാവരും നമ്മുടെ ഭാഗത്താണ്. പിന്നെ അവർക്ക് എന്ത് ചെയ്യാനാവും? ഇല്ല കാർത്തിക, ഏട്ടൻ പറഞ്ഞതുപോലെ അവളെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തോ പ്ലാൻ ചെയ്യാണെന്ന് തോന്നുന്നു. അതെന്താണെന്ന് നമുക്കറിയണം. ഇളയമ്മ ഇപ്പൊ എവിടെയായിരിക്കും? വസു, വസു, ഇളയമായിരുന്നോ? ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഇളയമ ആദ്യമായിട്ട് എവിടെ വരുന്നേ? ഇരിക്കിളയമേ. നിങ്ങൾ ഈ വീട്ടിലേക്ക് വരാൻ ഒരു വിധത്തിൽ ഞാനും കാരണക്കാരിയാണ് മോളെ. ഞാനൊരു പാപിയാണ്. ഭാസ്കറിനോടും അഖിലിനോടും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നശിപ്പിച്ചു. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തി ഞാൻ. മനുഷ്യത്വം അവർക്കില്ലെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇപ്പോ നിങ്ങളുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇളയമേ. എന്താ കുടിക്കാൻ വേണ്ട ഇളമയ്ക്ക്? കോഫിയോ ടീയോ? നിന്റെ കൈകൊണ്ട് എന്ത് തന്നാലും ഞാൻ കുടിക്കും മോളെ. ശരി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വസുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. വീട്ടിലെ വസു മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയെന്ന് തോന്നുന്നു. അവരുടെ പ്ലാൻ എന്താണെന്നും നാളെ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കേ. അതിനു വേണ്ടിയല്ലേ ഞാനിവിടെ വന്നത്. ഇളയമ്മ ഫോൺ കെട്ടിയണ്ട. അവിടെ എന്താ നടക്കുന്നത് ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. ശരി ശരി, ബസ് വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്. ഇത് ഇളയമ്മ. ഈ സമയത്ത് ഞാൻ ഇവിടെ വന്ന് നിന്നെ ബുദ്ധിമുട്ടിച്ചു. ഒന്നും വിചാരിക്കല്ലേ. ഇളയമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നത് തന്നെ സന്തോഷം. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇളയമ്മ. അല്ല, കുട്ടികളെവിടെ? നിന്റെ അമ്മാവിനെ ഇവിടെ കാണുന്നില്ലല്ലോ. കുട്ടികളെയും കൂട്ടി അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുക. അബി എവിടെ? ഏട്ട ഫാക്ടറിയിലേക്ക് പോയി. നീ എന്താ പോഞ്ഞേ? ഇന്ന് ലീവ് എടുത്തേക്ക. എന്തിന്? ശരീരത്തിന് സുഖമല്ലേ? അതൊന്നുമില്ല. വെറുതെ വീട്ടിലിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പോയില്ല. കാരണമില്ലാതെ വെറുതെ വീട്ടിലിരുന്നാൽ എങ്ങനെയാ മോളെ? നാളെ ഫാക്ടറിയിൽ എന്തോ ഇലക്ഷൻ നടക്കുന്നു കേട്ടു. അത് അഖിലും കാർത്തികയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതെ ഇളയമ്മേ. നീ ആ ഇലക്ഷനില് മത്സരിക്കുന്നുണ്ടല്ലേ? ആ, മത്സരിക്കുന്നുണ്ട്. നാളെ ഇലക്ഷൻ ആണെങ്കില് നീ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നാ മതിയോ? എന്താ, ഇരിക്കാൻ പാടില്ലേ? പ്രചാരണമൊക്കെ നടത്തേണ്ടതല്ലേ? ഇതൊന്നും അത്ര വലിയ പാർലമെന്റ് ഇലക്ഷൻ ഒന്നും അല്ലല്ലോ ഇളയമ്മേ. ഇപ്പോഴെല്ലാം വാർഡ് മെമ്പർ ഇലക്ഷന് പോലും അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇത് എന്റെ ഇഷ്ടം. ഇങ്ങനെ ഇരുന്നാലേ നാളെ നീ എങ്ങനെ ജയിക്കും? നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പൊ എന്തിനാ ചിന്തിക്കുന്നേ? നിനക്ക് തോൽവിയൊന്നും ഉണ്ടാവില്ല. നീ ജയിക്കുന്ന ജോലിയെ ചെയ്യും.
നീ ജയിക്കാനായിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? ഇളയമ്മയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ, എനിക്കാണ് രണ്ടാം കല്യാണത്തിന് പോലുള്ള ഭാഗ്യമല്ല. എന്നിട്ടാണ് ഇലക്ഷനിലെ ഭാഗ്യം തെളിയിക്കാൻ. ഇളയമ്മയുടെ അനുഭവം കൊണ്ട് പറയൂ. എനിക്കറിയില്ല മോളെ, ഈ രാഷ്ട്രീയം കാര്യങ്ങളൊന്നും എനിക്കൊരു പിടിയില്ല. അതൊന്നും എന്റെ സബ്ജക്റ്റേ അല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇളയമേ നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോഴേ സംസാരിക്കുന്നേ? ഒരു കണക്കിന് ഒന്നും അറിയാതിരിക്കുന്നത് നല്ലതാ. മനസ്സിന് സമാധാനം ഉണ്ടാവും. ആ, അത് സത്യാണല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഒരുപാട് സന്തോഷം ഇളയമേ. ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ആരോട്? ഇളയമേ ഇങ്ങോട്ടേക്ക് അയച്ച ആൾക്കാരെ. ആ